Hello everyone. Welcome to Island IAS Ignite Foundation Daily Newspaper Analysis. ഇന്ന് ഓഗസ്റ്റ് 28 ആണ്. ഇന്നലെ ഗണേശ് ചതുർത്ഥി കാരണം നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഒരു എഡിഷനും ഇന്നില്ല. നമ്മൾ ബീക്കൺ ഇടാനായിട്ട് ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് ഹിന്ദു ഇല്ല. അപ്പോൾ നമുക്ക് ആകെ ഉള്ളത് നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. ദെൻ അതിനകത്തും നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ന്യൂസ് ആർട്ടിക്കിൾസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ മാറ്റി വെച്ച 2 ന്യൂസ് ഉണ്ട്. അതായത് നമുക്ക് കുറേ ന്യൂസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കുറച്ച് മാറ്റി വെക്കാറുണ്ട്. അതായത് ഇങ്ങനെ ന്യൂസ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു 2 ന്യൂസ് അടക്കം അങ്ങനെ കുറച്ച് ന്യൂസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡിസ്കഷൻ പെട്ടെന്ന് തീരുന്നതുമാണ്. ദെൻ നമ്മുടെ കമൻറ്റ് സെക്ഷൻസിൽ വന്നിരുന്ന ഒരു ഇതായിരുന്നു, അതായത് നമുക്ക് ഇതിൻ്റെ PDF അവൈലബിൾ ആണോ, അത് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. നമ്മുടെ ഈ ഒരു ന്യൂസ് പേപ്പർ അനാലിസിസ് സെഷൻ ഐലേൺ IASൻ്റെ എക്സ്ക്ലൂസീവ്ലി ഫോർ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇഗ്നൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സസ് ഓൺഗോയിങ് ആണ്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ബാച്ച് നമ്മൾ സെപ്റ്റംബർ 10 സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഐലേണിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇഗ്നൈറ്റ് പ്രോഗ്രാമിൽ ഭാഗമാവുന്നവർക്കാണ് ഇതിൻ്റെ PDF കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്നത്തെ ന്യൂസ് ആർട്ടിക്കിൾസിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് നമ്മൾ കൊളീജിയം സിസ്റ്റം ഇൻ ഇന്ത്യനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PM സ്വാനിധി സ്കീമിനെ കുറിച്ചൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രൂ വേം എന്നൊരു ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ കേരള പ്രൊജക്ട് ഫോർ എഫിഷ്യൻറ്റ് ഗവർണൻസ് ആൻഡ് അതുപോലെ തന്നെ GI ടാഗ് റിലേറ്റഡ് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, നമ്മുടെ കുറ്റിയാടി കോക്കനട്ടിനെ കുറിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊളീജിയം സിസ്റ്റം ഇൻ ഇന്ത്യനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഓഗസ്റ്റ് 25 നമ്മുടെ കൊളീജിയം 2 ജഡ്ജിമാരെ, അതായത് നമ്മുടെ അലോക് ആരാധെ അതുപോലെ തന്നെ വിപുൽ പഞ്ചോളി എന്ന് പറയുന്ന ഈ 2 ജഡ്ജിമാരെ ഹയർ കോർട്ടിലോട്ട് ടോപ്പ് കോർട്ട് ജഡ്ജസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അത് ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ന്യൂസാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഗവൺമെൻറ് അംഗീകരിച്ചു. അപ്പോൾ ആ ഒരു ബേസിസിൽ നമുക്ക് എന്താണ് കൊളീജിയം സിസ്റ്റം എന്ന് നോക്കാം. നമ്മുടെ കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നത് ദ സിസ്റ്റം ബൈ വിച്ച് ജഡ്ജസ് ആർ അപ്പോയിൻറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ബൈ ദ ജഡ്ജസ്. നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിയിലെ ജുഡീഷ്യറി അതുപോലെ തന്നെ കൊളീജിയം സിസ്റ്റത്തിൽ വരുന്ന ഭാഗമാണിത്. അപ്പോൾ ജുഡീഷ്യറിയിൽ നമ്മുടെ സുപ്രീം കോടതി അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിമാരെ അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസിനെ ഒക്കെ സെലക്ട് ചെയ്യുന്നതും ട്രാൻസ്ഫർ ചെയ്യുന്നതും ഒക്കെ ഈ പറയുന്ന കൊളീജിയം സിസ്റ്റം വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ള ഒരു സിസ്റ്റം അല്ല. അത് ഇയർലി ഇവോൾവ് ആയിട്ട് വന്നിട്ടുള്ളൊരു സിസ്റ്റമാണ്. നമ്മളൊരു 3 ജഡ്ജ് കേസൊക്കെ ഉണ്ട്, 3 ജഡ്ജ് കേസസ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം കാണുന്ന ഒരു കൊളീജിയം സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. ഈ കൊളീജിയം സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിയിൽ ഷിനാസ് സാറിൻ്റെ ക്ലാസ്സിൽ ആൾ നന്നായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ആ ഒരു 3 ജഡ്ജ് കേസ് പ്രകാരമാണ് നമ്മുടെ ഇപ്പോഴത്തെ കൊളീജിയം സിസ്റ്റം ഉള്ളത്. കൊളീജിയം സിസ്റ്റം എന്തിനാണ്? ജഡ്ജസിൻ്റെ അപ്പോയിൻമെൻറ്റ് അതുപോലെ തന്നെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹൈക്കോർട്ടിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും കൊളീജിയംസ് ഉണ്ട്. സുപ്രീം കോടതി കൊളീജിയംസിൽ വരുന്നത് നമ്മുടെ CJI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ 4 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ആണ് വരുന്നത്. ദെൻ നമ്മുടെ ഹൈക്കോർട്ട് കൊളീജിയത്തിൽ വരുന്നത് ഹൈക്കോർട്ട് CJI അതുപോലെ തന്നെ 2 ജഡ്ജസ് ആണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ജഡ്ജിമാരുടെ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ കൊളീജിയമാണ്. ഈ കൊളീജിയമാണ് ഗവൺമെൻറ്റിന് ഈ പറയുന്ന ലിസ്റ്റ് കൊടുക്കുന്നത്. ദെൻ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഇത് തിരിച്ചയക്കാം. പക്ഷെ തിരിച്ചയച്ചു കഴിഞ്ഞിട്ട് കൊളീജിയം വീണ്ടും അതേ നെയിം തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യണം. ദെൻ നമ്മുടെ പ്രസിഡൻ്റ് ആണ് ഈ ജഡ്ജിമാരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ കേസിൽ ഈ കൊളീജിയം തിരഞ്ഞെടുക്കുന്ന ആളുകളെ സുപ്രീം കോർട്ട് കൊളീജിയം നമ്മുടെ ചീഫ് ജസ്റ്റിസിനെ അറിയിക്കണം.
നമ്മുടെ CJI ആണ് പിന്നെ അത് ഗവൺമെന്റിന് കൊടുക്കുന്നത്, ഗവർണർ ഇതൊക്കെ വഴി ദെൻ പ്രസിഡന്റ് തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് കൊളീജിയം സിസ്റ്റം പോകുന്നത്. ദെൻ നമ്മുടെ കൊളീജിയം സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സിനെ കുറിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന 2 ആർട്ടിക്കിൾസ് ഉണ്ട്. ആർട്ടിക്കിൾ 124 പ്രകാരം നമുക്കൊരു സുപ്രീം കോടതി വേണം. അതുപോലെ തന്നെ ജഡ്ജ് അപ്പോയിന്റ്മെന്റ് പ്രോസസ്സിനെ കുറിച്ച് ആർട്ടിക്കിൾ 124 പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 124(2) SC judges are appointed by president in consultation with CJI and other necessary judges എന്ന് പറയുന്നു. ദെൻ ആർട്ടിക്കിൾ 217 ആണ് നമ്മുടെ ഹൈക്കോർട്ട് ജഡ്ജസിന്റെ കാര്യങ്ങൾ, അപ്പോയിന്റ്മെന്റ് ബൈ ദ പ്രസിഡന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് CJI ആൻഡ് സ്റ്റേറ്റ് ഗവർണർ ആൻഡ് കൺസൾട്ട് HC ചീഫ് ജസ്റ്റിസ് എന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമുക്കൊരു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻസ് ഉണ്ടായിരുന്നു. അത് ജസ്റ്റിസ് MN വെങ്കടാചാലിയ കമ്മീഷൻ പ്രകാരമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. 2014 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വഴിയാണ് നമ്മുടെ NGAC ഡെവലപ്പ് ചെയ്തത്. ബട്ട് അത് നമ്മുടെ സുപ്രീം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്യുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ നിലവിൽ ഇല്ല. അപ്പോൾ നമ്മുടെ കൊളീജിയം സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ദെൻ ഇനി നമ്മുടെ നെക്സ്റ്റ് CJI ആയിട്ട് വരാനായിട്ട് പോകുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അത് കഴിഞ്ഞാൽ ജസ്റ്റിസ് വിക്രം നാഥ്, ദെൻ ജസ്റ്റിസ് VB നാഗരത്ന, അത് കഴിഞ്ഞ് ജസ്റ്റിസ് P നരസിംഹ, ജസ്റ്റിസ് JB പ്രാഡിവാല ആൻഡ് ജസ്റ്റിസ് KV വിശ്വനാഥ്, ജസ്റ്റിസ് ജ്യോതി മല്യ ബാൻഷി ആൻഡ് ജസ്റ്റിസ് വിപുൽ M പാഞ്ചോലി. ഈ വിപുൽ M പാഞ്ചോലിനെയാണ് ഇപ്പോൾ ഈ ഒരു ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജസ്റ്റിസ് B നാഗരത്ന ആണ് നമ്മുടെ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ആവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കൊളീജിയമാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഈ പാഞ്ചോലിനെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പറയുന്ന ജസ്റ്റിസ് BV നാഗരത്ന അതിനെ എതിർത്തൊക്കെ ചെയ്തിരുന്നു. നമ്മൾ കോൺട്രവേഴ്സി കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നോക്കണ്ട, കാരണം UPSC അങ്ങനെ കോൺട്രവേഴ്സി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ബട്ട് ഇതിൽ നമ്മൾ എന്താണ് കൊളീജിയം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ നമ്മുടെ നെക്സ്റ്റ് ലീഡിങ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ PM സ്വാനിധി സ്കീമിനെ കുറിച്ചാണ്. നമ്മുടെ കൊറോണ ഉണ്ടായിരുന്ന ടൈമിൽ നമ്മൾ കേട്ടിട്ടുള്ളൊരു സ്കീമാണ് PM സ്വാനിധി സ്കീം എന്ന് പറയുന്നത്. നമ്മൾ കൊറോണ വന്നു, ലോക്ക്ഡൗൺ ആയിരുന്നു, എല്ലാം അടഞ്ഞു കിടക്കുമായിരുന്നു. ആ സമയത്ത് കുറേ സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതുപോലെ തന്നെ അങ്ങനെ സ്ട്രീറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള താഴെക്കടയിലുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് രീതിയിൽ പോവർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊരു എംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല, ജോലി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്ത സ്കീമാണ് PM സ്വാനിധി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സെൻട്രൽ സെക്ടർ സ്കീം. അതായത് നമ്മുടെ സ്കീമുകൾ രണ്ട് ടൈപ്പ് ഓഫ് സ്കീമുകളാണ്. സെൻട്രൽ സെക്ടർ സ്കീം, സെൻട്രലി സ്പോൺസേർഡ് സ്കീം. സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുമ്പോൾ ഫുള്ളി ഫണ്ടഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആണ്. അത് ഈ PM സ്വാനിധി സ്കീം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫുള്ളി ഫണ്ടഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ്, അതുപോലെ തന്നെ അർബൻ അഫയേഴ്സ് ആണ്. അപ്പം നമ്മുടെ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ക്യാപിറ്റൽ ലോൺ കൊടുക്കുക, അതുപോലെ തന്നെ ഇൻസെൻറ്റീവ്സ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിരുന്നത്. ഈ ഒരു സ്കീമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ലോൺ കൊടുത്തിരിക്കുന്നത് വിത്തൗട്ട് കൊളാട്രൽ ആണ്. അവർക്ക് ഇപ്പം നമ്മൾ ലോൺ എടുക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജാമ്യം വെക്കണം, അതൊന്നുമില്ലാതെ വിത്തൗട്ട് കൊളാട്രൽ ഈ പറയുന്ന സ്ട്രീറ്റ് വെൻഡേഴ്സിന് ലോൺ കൊടുക്കാനായിട്ടാണ് ഈ സ്വാനിധി സ്കീം കൊണ്ടുവന്നത്. ഇത് അർബൻ ഏരിയയിലുള്ള എല്ലാ സ്ട്രീറ്റ് വെൻഡേഴ്സിനെയും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് PM സ്വാനിധി സ്കീം. ഇപ്പം ന്യൂസിൽ വന്നിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാബിനറ്റ് ഈ പറയുന്ന PM സ്വാനിധി സ്കീമിൻ്റെ എക്സ്റ്റെൻഡ് കൂട്ടിയിരിക്കുകയാണ്. അതായത് നമ്മളിത് ലോഞ്ച് ചെയ്തത് 2020 അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ 2024 വരേക്കും എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് ഇതിനെ മാർച്ച് നമ്മുടെ 31, 2030 വരേക്കും എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനം എടുത്തു. അതിനെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തു എന്നാണ് നമുക്ക് നമ്മുടെ ന്യൂസിൽ വന്നിരിക്കുന്നത്. ദെൻ ഫസ്റ്റ് നമ്മൾ 10,000 ആയിരുന്നു അവർക്ക് കൊടുത്ത ലോൺ എമൗണ്ട്. ദെൻ 15,000, 20,000, ഇപ്പോൾ നമ്മൾ 50,000 ആയിട്ട് അതിനെ കൂട്ടിയിട്ടും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനായിട്ട് ഉള്ളത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ളൊരു ആർട്ടിക്കിളാണ് അബൌട്ട് സ്ക്രൂ വേം എന്ന് പറയുന്നത്. സ്ക്രൂ വേം എന്ന് പറയുന്നത് ഒരു ഫ്ലഷ് ഈറ്റിംഗ് പാരാസൈറ്റ് ആണ്.
ഇപ്പം നമ്മുടെ അമേരിക്കയിൽ US ഈ പറയുന്ന കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഹ്യൂമൻ ഈറ്റിംഗ് ആയിട്ടുള്ള ഈ പാരാസൈറ്റ് ഈ ഒരു സ്ക്രൂ വേമിനെ കണ്ടെത്തി എന്നുള്ളൊരു ന്യൂസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്ക്രൂ വേം എന്ന് പറയുന്നത് ഒരു ബ്ലൂ ഗ്രേ ബ്ലൗ ഫ്ലൈ ആണ്. ആ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ ഒരു ഈച്ച അതുപോലത്തെ ഒരു പ്രാണിയാണ്. ബ്ലൂ ഗ്രേ ആയിട്ടുള്ള ബ്ലോ ഫ്ലൈ ആണ് ഈ പറയുന്ന സ്ക്രൂ വേം എന്ന് പറയുന്നത്. ഇതൊരു ഫ്ലഷ് ഈറ്റിംഗ് പാരാസൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫീമെയിൽസ് ആണ് ഈ പറയുന്ന മൊസ്ക്വിറ്റോസ് അതുപോലെ തന്നെ ഫ്ലൈസും ഒക്കെ എഗ്ഗ് ഇടുന്നത്. അപ്പം ഈ എഗ്ഗ് ഇവരുടെ ഈ എഗ്ഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻസിൻ്റെയോ അല്ലെങ്കിൽ ആനിമൽസിൻ്റെ ഒക്കെ മുറിവുണ്ടാവുമല്ലോ, ആ മുറിവിലാണ് ഇവർ മുട്ട ഇടുന്നത്. ഹ്യൂമൻസിന് വളരെ റെയർ ആയിട്ടാണ്, മെയിൻലി ആനിമൽസിൻ്റെ ബോഡിയിലാണ് ഇവർ ആ മുട്ട ഇടുന്നത്. അതായത് ഒരു ഫ്ലൈ ഒറ്റ ടൈമിൽ ഒരു 300 eggs എങ്കിലും ഇടാറുണ്ട്. അതായത് അതിൻ്റെ ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നത് 10 to 13 days ആണ്. ആ ഒരു ലൈഫ് ടൈമിൽ ഒരു 300 eggs എങ്കിലും ഇവർ ഈ സ്ക്രൂ ഫ്ലൈസ് ഇടാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രൂ ഫ്ലൈസിൻ്റെ മുട്ടയിട്ട് കഴിഞ്ഞിട്ട് അത് ഹാച്ച് ചെയ്യൂലോ, വിരിയൂലോ, അത് ലാർവയാവും. ഈ ലാർവേനെ നമ്മൾ പറയുന്നത് മഗോഡ്സ് എന്നാണ്. അപ്പോൾ ഏതെങ്കിലും ആനിമൽസിൻ്റെ മുറിവുള്ള ഭാഗങ്ങളിൽ അല്ലെങ്കിൽ സലൈവ മൗത്തിലാണ് ഈ സ്ക്രൂ ഫ്ലൈസ് മുട്ടയിടുന്നത്. അത് മുട്ട വിരിഞ്ഞ് ലാർവയാവുന്നു. ലാർവ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ആ ബോഡിയിൽ നിന്ന് താഴത്തേക്ക് വീഴും, മണ്ണിലോട്ട് വീണിട്ട് മണ്ണിൽ വെച്ചത് ചെറിയ പുഴുക്കളായിട്ട് മാറും. ദെൻ അത് കഴിഞ്ഞിട്ടാണ് അതൊരു ഫ്ലൈ ആയിട്ട് മാറുന്നത്. ദെൻ ഇതിനെ പാരസൈറ്റ് നെയിംഡ് ആഫ്റ്റർ സ്ക്രൂ ലൈക്ക് വേ ദേ ബറോ. ഇതിൻ്റെ ഒരു ലാറ്റിൻ നെയിമിൻ്റെ ഒരു മീനിങ് ആണ് മാൻ ഈറ്റർ എന്നൊക്കെ രീതിയിലാണ് ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഇപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ അല്ലെങ്കിൽ പറയുന്ന അനിമൽ സ്പീഷീസിലൊക്കെ ഈ ഒരു മുട്ട ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്ലഷ് കഴിച്ചിട്ടാണ് ഈ ലാർവ വലുതാവുന്നത്. ഇൻ കേസ് ഈ ഒരു വൗണ്ടിൽ ഇത് വന്നു, നമ്മൾ ഇതിനെക്കുറിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെത്ത് വരെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ 2024 UPSC ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, കൺസിഡർ ദ ഫോളോയിങ് കാരാബിഡ് ബീറ്റിൽസ്, അതുപോലെ തന്നെ സെൻറ്റിപ്പേഡ്സ്, ഫൈൽസ്, ടെർമൈറ്റ്സ്, വാബ്സ്. ഇതിനകത്ത് പാരസോയിഡ് സ്പീഷീസ് ആർ ഫൗണ്ട് ഇൻ ഹൗ മെനി ഓഫ് ദ എബോവ് കൈൻഡ് ഓഫ് ഓർഗാനിസം. ഈ കൊടുത്തിരിക്കുന്ന ഓർഗാനിസത്തിൽ ഏതിലൊക്കെയാണ് പാരസോയിഡ് സ്പീഷീസ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓൺലി 3 ആണ്. നമ്മുടെ ഫൈൽസ്, ടെർമൈറ്റ്സ്, അതുപോലെ തന്നെ വാബ്സ്. ഈ 3 നമ്മുടെ പാരസൈറ്റോയിഡ് സ്പീഷീസ് വരുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്നലത്തെ ഹിന്ദുവിൽ വന്നിരുന്ന ഒരു ന്യൂസാണ്, ഡിജിറ്റൽ കേരള പ്രൊജക്ട് ഫോർ എഫിഷ്യൻറ്റ് ഗവർണൻസ്. നമ്മുടെ ഇന്ത്യൻ പോളിറ്റി GS2 ഇന്ത്യൻ പോളിറ്റിയിൽ നമുക്ക് ഗവർണൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കാനുണ്ട്. അതിന് ഒരു മികച്ചൊരു എക്സാമ്പിളാണ് നമുക്ക് ഈ പറയുന്ന ഡിജിറ്റൽ കേരള പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഗവർണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇലക്ട്രോണിക് ഗവർണൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഗവർണൻസ് കാര്യങ്ങൾ ഇലക്ട്രിക്കൽ മെക്കാനിസംസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വെച്ചിട്ട് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവിൻ്റെ ഒക്കെ ഭാഗമാണ്. അപ്പോൾ അതുവഴി ഈ കേരളത്തിലെ IT മിഷനാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. IT മിഷൻ്റെ പ്രൊജക്റ്റാണ് ഡിജിറ്റൽ കേരള പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ദെൻ കഴിഞ്ഞ വീക്കിൽ നമ്മൾ കേട്ടിരുന്നു, അതായത് കേരളമാണ് ഫസ്റ്റ് ഡിജിറ്റൽ ലിറ്ററസി ഉള്ള സ്റ്റേറ്റ്. ഇന്ത്യയിലെ ഫസ്റ്റ് ഡിജിറ്റൽ ലിറ്ററസി കംപ്ലീറ്റ്ലി സാക്ഷരത നേടിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ്. ദെൻ IT മിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എയിം ഓഫ് കോംപ്രിഹെൻസീവ് ഡിജിറ്റൽ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് മേക്കിംഗ് ഗവർണൻസ് സിസ്റ്റം മോർ ട്രാൻസ്പാരൻറ്റ് ആൻഡ് എഫിഷ്യൻറ്റ്. നമ്മുടെ ഗവർണൻസ് സിസ്റ്റം മോർ ട്രാൻസ്പാരൻറ്റ് ആൻഡ് എഫിഷ്യൻസ് ആക്കണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫുള്ളി ഡിജിറ്റലായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്താനായിട്ട് പോകുന്നു. അപ്പോൾ ഡിജിറ്റലായിട്ട് നടത്തുമ്പോൾ എന്താ? ട്രാൻസ്പാരൻസി കൂടും. അതെങ്ങനെയാണ്? ഇപ്പം നമ്മൾ പണ്ട് പേപ്പർ സിസ്റ്റം ആയിരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇത് കൊടുക്കുന്ന സമയത്ത് ടൈം കുറേ എടുക്കുമായിരുന്നു. ഇൻ കേസ് ആ ഒരാൾ സൈൻ ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ആ ഫയൽ എവിടെയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഏത് അതോറിറ്റിയുടെ ഉള്ളിലാണ്, അത് എന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും, അങ്ങനത്തെ ഡാറ്റ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. ബട്ട് ഇന്നിപ്പോൾ ഞാനൊരു സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
ഞാൻ ഇന്ന് അപ്ലൈ ചെയ്ത ഡേറ്റ് മുതൽ നമ്മൾ നാളെ നോക്കുമ്പോൾ അത് ഏത് ആളുടെ അടുത്തെത്തി, അല്ലെങ്കിൽ ഏത് ഗവൺമെന്റ് അതോറിറ്റിയുടെ മുമ്പിലാണ് അത് സ്റ്റക്കായി കിടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവർ ഓട്ടോമാറ്റിക്കലി അത് സ്പീഡപ്പ് ചെയ്യുമോ, നമുക്ക് ഫാസ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ട്രാൻസ്പാരന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. The government will focus on bringing about extensive changes in areas such as governance, service delivery, use of innovative technology, citizens participation, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ദെൻ താഴെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ഡിജിറ്റൽ ലിറ്ററസി സ്റ്റേറ്റ് ആയിട്ട് മാറിയെന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടേണ്ട കാര്യമുള്ളൂ. ദെൻ നമ്മുടെ ലാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കുറ്റ്യാടി കോക്കനട്ട് നമ്മൾ GI ടാഗ് ലഭിക്കാനായിട്ട് ഒരു ലൈനിൽ നിൽക്കുവാണ്. GI ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്നാ പറയുന്നത്. നമ്മൾ ചില പ്രൊഡക്റ്റിന്, അതിപ്പോൾ അഗ്രികൾച്ചർ, നാച്ചുറൽ അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ്, ഈ പറയുന്ന പ്രൊഡക്ട്സിനൊക്കെ നമ്മൾ GI ടാഗിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ GI ടാഗ് കിട്ടുന്നത് നമുക്കൊരു 10 ഇയറിലോട്ടാണ്. അപ്പോൾ GI ടാഗ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിന് എന്താണ്, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ പേരോ കാര്യങ്ങളോ ആ ഒരു പ്രൊഡക്റ്റിന്റെ ആളുകളുടെ അനുമതി ഇല്ലാതെ നമുക്ക് അത് വീണ്ടും ആ ഒരു പേര് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ കുറച്ച് ബെനിഫിറ്റ് ഒക്കെ ഈ പറയുന്ന GI ടാഗിനുണ്ട്. നമ്മുടെ മുമ്പ് കണ്ണാടിപ്പായ, അതുപോലെ തന്നെ നമ്മുടെ ഒരു ആറന്മുള കണ്ണാടി ഒക്കെ മുമ്പ് GI ടാഗ് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കുറ്റ്യാടി കോക്കനട്ടിനും ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ കോഴിക്കോടുള്ള കുറ്റ്യാടിയിലെ ആ ഒരു സ്ഥലത്താണ്. അപ്പം അതിൻ്റെ പേരിലാണ് കുറ്റ്യാടി കോക്കനട്ട് എന്നുള്ളത് പറയുന്നത്. ഇത് ഒരു ഹൈ ഈൽഡിങ് വെറൈറ്റി ആയിട്ടുള്ളൊരു കോക്കനട്ടാണ്, തെങ്ങാണ് നമ്മുടെ കുറ്റ്യാടി ഇതെന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഒരു ആയുസ് പറയുന്നത് ഒരു 10 വർഷമാണ് ഈ ഒരു തെങ്ങിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നട്ട് 5 വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതിൻ്റെ കോക്കനട്ട്സ് ഒക്കെ കിട്ടുമെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം നമ്മുടെ 2015 UPSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറച്ച് GI ടാഗ് കിട്ടിയതും അല്ലാത്തതുമായിട്ടുള്ള പ്രൊഡക്റ്റിന്റെ പേരുകൾ കൊടുത്തിട്ട് ഇതിനകത്തുനിന്ന് ഏതൊക്കെ GI ടാഗ് സ്റ്റാറ്റസ് ഉണ്ട് എന്നായിരുന്നു. Then which of the following have been accorded geographical indication status? ഒന്ന് ബനാറസ് ബ്രൊക്കേഡ്സ് ആൻഡ് സാരീസ്, രാജസ്ഥാനി ദാൽ ബത്തി ചൗർമ ആൻഡ് തിരുപ്പതി ലഡ്ഡു. ഇതിൽ ഏതൊക്കെയാണെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അന്ന് നമ്മുടെ 1 and 3 ആയിരുന്നു കിട്ടിയിട്ടുള്ളായിരുന്നു. ദെൻ ആൻസർ വരുന്നത് C, 1 and 3 ഓൺലി ആണ്. അപ്പം നമ്മളിങ്ങനെ GI ടാഗ് ഒക്കെ റിലേറ്റഡ് ന്യൂസ് വരുന്ന സമയത്ത് നമ്മുടെ മെയിൻസിലും വരുന്നൊരു ടോപ്പിക്കാണ് നമ്മുടെ IPR റൈറ്റ്സ്, അതുപോലെ തന്നെ GI ടാഗ്സ് എന്ന് പറയുന്നത്. ബട്ട് ഈ ഒരു പേരുകൾ ഓർത്തിരിക്കുക. അപ്പോൾ കുറ്റ്യാടി കോക്കനട്ട് കേരളത്തിൽ നിന്നാണ്, അതുപോലെ തന്നെ കണ്ണാടിപ്പായ എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ന്യൂസസിൽ വരുന്ന സമയത്ത് ആ GI ടാഗ് ഏത് സ്റ്റേറ്റിലാണ്, ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ മാത്രമല്ല വേറെ സ്റ്റേറ്റിലേയും വരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ന്യൂസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, കാരണം നമുക്ക് കുറച്ചേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്? നമ്മുടെ കൊളീജിയം സിസ്റ്റം ഇൻ ഇന്ത്യനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ് നമ്മൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ ജഡ്ജിമാരെ സെലക്ട് ചെയ്യുന്നത്, അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തത്. ദെൻ നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്തത് നമ്മുടെ PM സ്വാനിധി സ്കീമിനെ കുറിച്ചാണ്. ദെൻ അതിനകത്ത് ഇപ്പോൾ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ക്രൂ വേമിനെ കുറിച്ച് പറഞ്ഞു, ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയനെ ഡിറ്റക്റ്റ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ കേരളത്തിലെ ഗവേണൻസ് റിലേറ്റഡ് നമ്മുടെ ഡിജിറ്റൽ കേരള പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അറ്റ് ദ ലാസ്റ്റ് നമ്മൾ നമ്മുടെ കുറ്റ്യാടി കോക്കനട്ട് അതിൻ്റെ GI ടാഗിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ടുള്ളൂ. അപ്പം നമുക്ക് നെക്സ്റ്റ് ന്യൂസ് സെഷനിൽ കാണാം. നെക്സ്റ്റ് ഡേ നമ്മുടെ ആദിത്യ സാർ നിങ്ങളുമായിട്ട് ജോയിൻ ചെയ്യുന്നതുമാണ്.
അപ്പോൾ കുറച്ച് ന്യൂസേ ഉള്ളൂ എന്നറിയാം, എന്നാലും ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.